Hi friends, welcome back to Recipe Varieties. ഇന്ന് നമുക്കൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അച്ചാർ ഉണ്ടാക്കിയാലോ. അപ്പോൾ ചെമ്മീൻ വെച്ചിട്ടാണ് ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത്. പക്ഷേ ഡിഫറെന്റ് സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്പെഷ്യൽ ഒരു ഇൻഗ്രീഡിയന്റും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഈ ചെമ്മീൻ അച്ചാറിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനാണ്. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് 4 പീസായിട്ട് ഒരു ചെമ്മീൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു 5 പീസ് ഡേറ്റ്സ് വേണം. ഡേറ്റ്സ് ഒന്ന് ചൂടുവെള്ളത്തിൽ നമുക്കിത് കുതിർത്ത് വെക്കണം. അപ്പം നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മൾ ഈ ഒരു അച്ചാർ ഡേറ്റ്സ് ചേർത്താൽ. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് കുതിർന്ന് വന്നാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ്. അപ്പം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഈ എരിവും ഒന്ന് മാറ്റം വരുത്തണം. അപ്പം ഇനി നമുക്ക് ചെമ്മീൻ ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ല മസാലയെല്ലാം ചെമ്മീനിലേക്കൊന്ന് പിടിപ്പിച്ച് വെക്കണം. അപ്പോൾ നമ്മൾ ചെമ്മീനും മസാലകളെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ മാറ്റി വെക്കണം. അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വെക്കാം. അപ്പോൾ നന്നായിട്ട് മാരിനേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു വലിയ വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ നാടൻ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു 2 എണ്ണം എടുത്തോ. അപ്പം ഇനി ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. നാടൻ ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കറിവേപ്പില വേണം. ഒരു 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക് ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. നല്ല ഇഞ്ചി എടുക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഇനി നമുക്ക് ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓയിലൊന്ന് അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്ലെയിം വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് ചെമ്മീൻ കരിഞ്ഞു പോവുകയും ചെയ്യും, കുക്കായിട്ട് കിട്ടൂല. അപ്പം ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ചെമ്മീനെല്ലാം ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് കിട്ടാൻ ഒരു 10 മിനിറ്റ് എടുക്കും ഏകദേശം. അപ്പം നല്ല ചെമ്മീൻ്റെ അകത്ത് നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളം വറ്റുന്നവരെ, എണ്ണ തെളിയുന്നവരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം നല്ല രീതിയിൽ. അപ്പം നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വെള്ളം മതിയാവും നമ്മളെ ചെമ്മീൻ മൊത്തം ഒന്ന് കുക്കായിട്ട് കിട്ടാൻ. അപ്പോൾ ചെമ്മീനിലുള്ള മൊത്തം വെള്ളവും വറ്റിയിട്ട് ഈ രീതിയിൽ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ചെമ്മീൻ. അപ്പം എണ്ണ തെളിയുന്നവരെ തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കണ്ടില്ലേ, എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ ഇനി ഈ ഫ്രൈ ചെയ്ത ചെമ്മീനൊന്ന് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു കുഴിയുള്ളൊരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എള്ളെണ്ണ നമ്മൾ അച്ചാർ സാധാരണ ഇടുന്ന സമയത്ത് നല്ലെണ്ണയിൽ ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് കടുക് ചേർത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും ഒരു വലിയ വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഒരു 4 അധികം എരിവില്ലാത്ത പച്ചമുളക് ചേർക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണ നിങ്ങളെ എരിവിനനുസരിച്ച് മാറ്റം വരുത്തണം. ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അപ്പോൾ അതിന് നിങ്ങൾ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് മാറ്റം വരുത്തണം. അപ്പോൾ ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഈ ഒരു ഓയിലിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ മുളക് പൊടിയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഞാൻ 2 ടേബിൾ സ്പൂണ് എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങളെ
ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണം. അപ്പം പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ ഞാനിപ്പോൾ ചേർക്കുന്നില്ല. നല്ല കളർ വേണമെങ്കിൽ ഓൾറെഡി എൻ്റെ അടുക്കലുള്ള മുളക് തന്നെ നല്ല കളറുള്ള മുളകാണ്, അതുകൊണ്ട് തന്നെ ഞാൻ കാശ്മീരി മുളക് ചേർത്തിട്ടില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കുന്നുണ്ട്. കുറച്ച് മസാല ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, കറിവേപ്പിലയെല്ലാം. അപ്പോൾ അതിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ച മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ മിക്സ് ചെയ്ത മസാല ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം ഫ്ലെയിം വെക്കാൻ, അല്ല പെട്ടെന്നുണ്ടെങ്കിൽ ഈ മസാല കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം മസാല ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ ഒരു മസാലയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ബാക്കിയുള്ള കറിവേപ്പിലയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു മസാലയായിട്ട് നന്നായിട്ട് മിക്സായിട്ട് വരണം ഇതെല്ലാം. അപ്പം നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ മസാലപ്പൊടികളും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകെല്ലാം നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് വറുത്ത ഉലുവയുടെ പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണ് കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കണം. ഇത് വറുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വറുത്തതായതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ചൂടുവെള്ളത്തിലിട്ട ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ കൈവച്ചിട്ടൊന്ന് ഞരടി എടുത്തിട്ടുണ്ടായി. അപ്പോൾ മിക്സിയിലൊന്നും അടിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ജസ്റ്റ് കൈവച്ചിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ ഡേറ്റ്സ് എല്ലാം നന്നായിട്ട് മിക്സായിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് സോക്കായതുകൊണ്ട് തന്നെ ഒന്ന് മിക്സായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം അപ്പോൾ നമ്മൾ ഈ ഒരു മസാലയെല്ലാം നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കണം. അപ്പം അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മസാല നന്നായിട്ട് തിളച്ച് വരണം, എന്നാൽ മാത്രമേ പ്രോൺസ് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു അച്ചാർ കേടുകൂടാതിരിക്കാൻ ഈ ഒരു മിക്സ് നന്നായിട്ട് തിളച്ച് വരിക തന്നെ വേണം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം അച്ചാറെല്ലാം അത്യാവശ്യം ഉപ്പില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു അച്ചാർ അധികം ഡ്രൈ ആയിട്ടുള്ള രീതിയിലല്ല ഞാൻ എടുക്കുന്നത്, കുറച്ച് സെമി ഗ്രേവി ആയിട്ടുള്ള ടൈപ്പിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഗ്രേവി ഉണ്ട് ഈ ഒരു അച്ചാറിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് ചേർത്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് ആവശ്യത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് കിടന്നിട്ടൊന്ന് മിക്സ് ആകുക വേണ്ടു നമ്മളെ ഈ ഒരു പ്രോൺസ്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനെല്ലാം ഞാൻ ഇനി ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഗ്രേവിയിൽ കിടന്നിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് കുക്കായിട്ട് വരണം, നന്നായിട്ട് മിക്സായിട്ട് വരണം. അപ്പം നമ്മൾ അച്ചാർ ഇവിടെ ചെമ്മീൻ അച്ചാർ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു അച്ചാർ 2 ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ശരിക്കുള്ള ടേസ്റ്റ് അറിയാൻ പറ്റും. ഇപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മൊത്തത്തിൽ അങ്ങനെ പിടിച്ച് വരില്ല. അപ്പം ഒരു മാക്സിമം ഒരു വീക്ക് ഒരാഴ്ച തന്നെ പിടിക്കും ഇതൊന്ന് നന്നായിട്ട് പിടിച്ച് വരാൻ. അപ്പം എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. ചെമ്മീനും ഡേറ്റ്സ് എല്ലാം ചേർത്തിട്ടുള്ള അച്ചാർ എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.